അസ്സലാമലൈക്കും. നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും, ഇതെന്താണ് സാധാരണ അടയല്ലേ? ഇതിപ്പോൾ എന്താണ് പ്രത്യേകിച്ച് അതെ, ഇത് സാധാരണ അടയൊന്നുമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് മാവ് പരത്തുകയോ കുഴയ്ക്കുകയോ ഒന്നും വേണ്ട. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ്. കാരണം ആവിയിൽ വേവിച്ചതാണ്, പ്രത്യേകിച്ച് ഇതിലെ ഇൻഗ്രീഡിയൻസും എല്ലാം ഹെൽത്തിയാണ്. കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. അതെ, അതൊരു സേമിയ അടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ വേമസല്ലി എടുത്തിട്ട് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിച്ച്, അതിൽ കൂടുതലൊക്കെ കുഴപ്പമില്ല, കാരണം ഇത് നമ്മൾ ഊറ്റിയെടുക്കേണ്ടതാണ്. അതിനുശേഷം ഞാൻ അതേ അടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഒരു 2 അച്ച് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് നമ്മൾ സ്റ്റിക്ക് ആവുന്ന ആ രൂപത്തിലാക്കുക. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് അടുപ്പത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളെ പണി എളുപ്പമായി കിട്ടും. അതിനുശേഷം ഞാനൊരു 2 നേന്ത്രപ്പഴം എടുത്തിട്ട് 4 പീസാവുന്ന രീതിയിൽ കുനുകുനായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അടുപ്പിച്ച് വയ്ക്കുകയാണ്, നമ്മൾ പണി എളുപ്പത്തിൽ കഴിയും. അതിനുശേഷം ഒരു അരമുറി നാളികേരം ഉണ്ടാവും, അത് ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് നമ്മളിപ്പോൾ നേരത്തെ വേവിച്ച് വെച്ചത് വെള്ളം മൂറ്റിക്കളഞ്ഞ് അരിപ്പല കൂറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വേമസല്ലിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല നെയ്യാണ്, വീട്ടിലുണ്ടാക്കിയതാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ട് അത് നമ്മൾ നന്നായി അരിച്ച്, കാരണം അതിൽ മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് അരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി വറുക്കാം. ഇത് നമ്മൾ മാറ്റിയൊന്നും വെക്കുന്നില്ല, കാരണം ഇതിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായി മുരിഞ്ഞെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ നേന്ത്രപ്പഴം അതിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പഴം നല്ല നമ്മൾ പഴമൊക്കെ വാട്ടുമ്പോൾ ഒരു യെല്ലോ കളറിലേക്ക് പോലെ അതുവരെ വാട്ടും. ഉടയ്ക്കൊന്നും ചെയ്യരുത്, നമുക്ക് കടിക്കുമ്പോൾ അത് കിട്ടുകയും വേണം. അപ്പോൾ അതുപോലെ ആ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വന്നതിന് ശേഷം ഞാൻ നാളികേരം ഇട്ടിരിക്കണം. നാളികേരം നമ്മൾ വറുത്തരയ്ക്കുന്ന രീതിയിലേക്ക് മാറ്റരുത്. അതായത് ആ ഒരു പച്ച നാളികേരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം, അതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അധികം നേരമൊന്നും വരുന്നില്ല ഇതിന്. നമ്മൾ ഉച്ചയ്ക്ക് കുട്ടികൾ വരുന്നതിനേക്കാൾ മുമ്പായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ്. എല്ലാം സെറ്റാക്കി വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മളത് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ, ഈ വേമസല്ലി ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഈ സേമിയ കുത്തി ഉടയ്ക്കരുത്. നമ്മളെല്ലായിടത്തേക്കും ആ സേമിയ എത്തണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിക്കുകയാണ്. ഈ ഒരളവിലേക്ക് ഈ 2 അച്ച് ശർക്കര കൃത്യമാണ്, ഓവർ മധുരം ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് കുറേ മധുരം കുറച്ചാലും അവർ ചിലപ്പോൾ കഴിക്കണമെന്നില്ല. അപ്പോൾ ഈ ശർക്കരപ്പാനി എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായി തിളപ്പിച്ചെടുത്തിട്ട് ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി, എന്ന് വെച്ചാൽ വെള്ളം പോലെ തോന്നിയ സ്ഥലത്തേക്ക് പോകരുത്, ഒരു എല്ലാത്തിലേക്കും പിടിച്ച് ഇരിക്കുന്ന രീതിയിൽ ആ സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കണം. അതിനുശേഷം ഞാൻ ഇല എടുത്തിട്ട് മറിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മറ്റേ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന അട പോലെയല്ല, നമ്മളിത്തിരി നീളത്തിലാണ് ചെയ്യുന്നത്. കാരണം ഇത് കുറേ ആയിട്ട് ഇതിനുണ്ട്, നമുക്ക് കുഞ്ഞു കുഞ്ഞു റോള് പോലെ ആക്കുന്നില്ല. അപ്പോൾ റോളാക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെറിയൊരു പരന്നൊരു ഷേപ്പ്. അതിനുശേഷം നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഒരു 10-15 മിനിറ്റോളം മതിയാവും. അതിനുശേഷം നമുക്ക് കുട്ടികൾക്ക് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് തന്നെ ഉപയോഗിക്കാം. നമുക്ക് കുറേ ബിസ്ക്കറ്റും കുറേ വറവൊക്കെ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ അതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം അത്രയും ഹെൽത്തിയാണ്. പക്ഷേ ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും കുട്ടികൾക്ക് എല്ലാതും നല്ലത് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഭംഗിയൊന്നും നോക്കണം, പക്ഷേ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉള്ളൊരു ഫുഡ് തന്നെയാണ്. കുട്ടികൾക്ക് എല്ലാവരും ട്രൈ ചെയ്യാം. അസ്സലാമു അലൈക്കും.